നമസ്കാരം കൂട്ടുകാരെ, ഞാനൊരു സിനിമയുണ്ടാക്കുന്നത് നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കൂ. ഈ സിനിമയിലെ നമ്മുടെ മുഖ്യ കഥാപാത്രം പാകിസ്ഥാനിലെ തീവ്രവാദികളുടെ ഇടയിലേക്ക് നുഴഞ്ഞു കയറാൻ വേണ്ടി അയക്കപ്പെടുന്ന ഒരു ചാരനാണ്. ഇതൊരു അതീവ രഹസ്യമായിട്ടുള്ള ഓപ്പറേഷനാണ്. ഇതിന് നമുക്ക് ഓപ്പറേഷൻ ബവന്തർ ടൊർണാഡോ എന്ന് പേരിടാം. നമ്മുടെ ചാരൻ എത്ര ആത്മാർത്ഥമായിട്ടാണ് പണിയെടുക്കുന്നതെന്ന് സിനിമയിൽ നിങ്ങൾക്ക് കാണാനാകും. നിരവധി ഇന്റലിജൻസ് ഇൻപുട്ടുകൾ അയാൾ തന്റെ ബോസിനും റോ മേധാവിക്കും അയക്കുന്നു. അങ്ങനെയിരിക്കെ 2018 ഒരു ദിവസം നമ്മുടെ ചാരന് സുപ്രധാനമായൊരു ഇന്റലിജൻസ് ഇൻപുട്ട് ലഭിക്കുന്നു. 2019 ആദ്യത്തോടെ ഇന്ത്യയിൽ എവിടെയോ ഒരു വലിയ പൊട്ടിത്തെറി നടക്കാൻ പോകുന്നു. അതാണ് ഇൻപുട്ട്. എത്രയും വേഗം കിട്ടാവുന്ന എല്ലാ വിവരങ്ങളും ശേഖരിക്കാൻ ചാരനോട് അയാളുടെ ബോസ് ആവശ്യപ്പെടുകയാണ്. സമയം അടുത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. കഥയിൽ ഒരുപാട് ട്വിസ്റ്റുകൾ ഉണ്ടാകുന്നു. നമ്മുടെ ചാരൻ പിടിക്കപ്പെടുന്നുണ്ടെങ്കിലും അവസാനം അയാൾ തന്റെ ലക്ഷ്യത്തിലെത്തുന്നതിൽ വിജയിക്കുന്നു. ലഭിച്ച വിവരം അയാൾ തന്റെ ബോസിനെ വിളിച്ചറിയിക്കുകയും ചെയ്യുന്നു. സർ, 2019 ഫെബ്രുവരി 14 പുൽവാമയിൽ ഒരു ആർമി വാഹന വ്യൂഹം കടന്നു പോകും. അതിനെയാണ് ഭീകരവാദികൾ ലക്ഷ്യമിടുന്നത്. ബോസ് ചാരനോട് നന്ദി പറഞ്ഞ് ഫോൺ വെച്ച ഉടനെ തന്നെ പ്രധാനമന്ത്രിയുടെ അടുത്ത് നിന്ന് ഇക്കാര്യം പറയുന്നു. 11 ഇന്റലിജൻസ് ഇൻപുട്ട് വന്നിട്ടുണ്ട് സാർ. വാഹന വ്യൂഹത്തെ നാം റോഡിലൂടെ അയക്കുന്നത് വളരെ അപകടകരമാണ്. ഇവിടെ നമുക്ക് പ്രധാനമന്ത്രിയുടെ മുഖം കാണാനാകും. വെള്ളത്താടി. സിനിമയിൽ അദ്ദേഹത്തിന് പേര് നൽകിയിരിക്കുന്നത് സുരേന്ദർ ഗോപി എന്നാണ്. ഞങ്ങളുടെ പണി ഗംഭീരമായി നിർവഹിച്ചു എന്ന് ബോസും ചാരനും വിചാരിക്കുന്നു. പക്ഷേ ഫെബ്രുവരി 14, 2019 സിനിമയിൽ ആ സമയത്ത് ഒരു ചുവന്ന സ്ക്രീൻ പ്രത്യക്ഷപ്പെടുന്നു. ഈ സിനിമയിൽ പുൽവാമയുടെ യഥാർത്ഥ ഫുട്ടേജ് കാണിക്കുന്നു. ഇത് ഫിക്ഷൻ ആണെങ്കിലും അവിടെ യഥാർത്ഥ ഫുട്ടേജ് കാണിക്കും. പാകിസ്ഥാനിലിരിക്കുന്ന ഭീകരവാദികൾ ഈ ആക്രമണത്തിന്റെ വാർത്ത കേട്ട് ആഹ്ലാദത്തോടെ മുദ്രാവാക്യം വിളിക്കുന്നു. പക്ഷെ നമ്മുടെ ചാരൻ ഈ വാർത്ത കണ്ട് ഞെട്ടിപ്പോവുകയാണ്. അയാളുടെ ഹൃദയം വാസ്തവത്തിൽ തകർന്നു പോകുന്നു. കണ്ണുകളിൽ ഭയം നിഴലിക്കുന്നു. എന്നാൽ ഇതൊന്നും ആഹ്ലാദം കൊണ്ട് മതിമറന്നിരിക്കുന്ന തീവ്രവാദികളുടെ കണ്ണിൽ പെടുന്നില്ല. പിന്നീട് അവസരം ലഭിക്കുമ്പോൾ ചാരൻ തന്റെ ബോസിനോട് മറുപടി ചോദിക്കുന്നു. താൻ ഇത്രയും ഇന്റലിജൻസ് റിപ്പോർട്ട് നൽകിയിട്ടും ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് അയാൾ ചോദിക്കുമ്പോൾ ബോസിന്റെ പക്കൽ ഇതിന് വ്യക്തമായൊരു ഉത്തരമുണ്ടായിരുന്നില്ല. ഒരുപക്ഷെ ഇന്ത്യക്കാരുടെ ഏറ്റവും വലിയ ശത്രു ഇന്ത്യക്കാർ തന്നെയാണെന്ന് അദ്ദേഹം ചാരനോട് മറുപടി പറയുന്നു. സർക്കാരിൽ തന്നെ ഒറ്റുകാരുണ്ടെന്ന സൂചനയിലേക്കാണ് ബോസ് വിരൽ ചൂണ്ടുന്നത്. തന്റെ ജോലി തുടരാൻ ബോസ് ചാരന് നിർദ്ദേശം നൽകുന്നു. തുടർന്ന് സിനിമയിൽ ഒരു ഭയങ്കര സങ്കട ഗാനം വരുന്നു. ക്ലൈമാക്സിലേക്ക് മുന്നേറുമ്പോൾ സിനിമയിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു വെളിപ്പെടൽ ഉണ്ടാകുന്നു. ഭീകരവാദികളുടെ അലമാര തപ്പിയപ്പോൾ നമ്മുടെ ചാരനൊരു ഓഡിയോ കാസറ്റ് ലഭിക്കുന്നു. അത് കേൾക്കുന്ന അയാൾക്ക് തന്റെ കാതുകളെ തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത് പ്രധാനമന്ത്രി ഗോപിജിയുടെ ശബ്ദമായിരുന്നു. അങ്ങേ തലക്കിലാകട്ടെ ISIയുടെ മേധാവി. കുറച്ച് ആളുകൾ മരിക്കട്ടെ, കുറച്ച് വാഹനങ്ങൾ കത്തട്ടെ. പക്ഷെ തിരഞ്ഞെടുപ്പിന് മുമ്പ് സംഭവിക്കുകയാണെങ്കിൽ അത് തീർച്ചയായും തിരഞ്ഞെടുപ്പിൽ തന്നെ സഹായിക്കുമെന്ന് ഗോപിജി പറയുമ്പോൾ ഫെബ്രുവരി 14 ഓക്കെ എന്ന് കരുതിക്കൊള്ളൂവെന്ന് ISI മേധാവി അപ്പുറത്ത് നിന്ന് പറയുന്നത് കേൾക്കാം. ഇപ്പൊ നിങ്ങൾ പറയും ഇതൊന്നും യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടില്ലല്ലോ എന്ന്. ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞോ ഇതെല്ലാം യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുണ്ടെന്ന്? ഇതൊരു കാൽപ്പനിക ചിത്രമാണെന്ന് സിനിമ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഡിസ്ക്ലെയിമർ ഇട്ടിരുന്നില്ലേ? അപ്പൊ നിങ്ങൾ ചോദിക്കും ഇത് യഥാർത്ഥത്തിൽ കാൽപ്പനിക ചിത്രമാണെങ്കിൽ പിന്നെ പുൽവാമയുടെ ഒറിജിനൽ ഫുട്ടേജ് എന്തിനാണ് നൽകിയതെന്ന്. ഈ സിനിമ യഥാർത്ഥ സംഭവങ്ങളിൽ നിന്ന് ഇൻസ്പയർഡ് ആയി എടുത്തിട്ടുള്ളതാണെന്നാണ് അപ്പൊ എനിക്ക് പറയാനുള്ള മറുപടി. കുറച്ച് സംഭവങ്ങൾ യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ള കുറച്ച് കാൽപ്പനികം. സിനിമയുടെ അടുത്ത സീൻ നേരെ ബോസിലേക്ക് കട്ട് ചെയ്യുന്നു. ബോസ് തന്റെ ചാരനോട് ഒരു പ്രശസ്തമായ ഒരു ഡയലോഗ് കാച്ചുന്നു. നീ ആകുലപ്പെടാതിരിക്കൂ, ഒരു ദിവസം ഒരു നല്ല സർക്കാരും ജനങ്ങളെ കുറിച്ച് ആത്മാർത്ഥമായി ചിന്തിക്കുന്ന ഒരു പ്രധാനമന്ത്രിയും ഉണ്ടാകും. അന്ന് നമുക്ക് ശരിയായ ബവന്തർ നടത്താം. അതായിരിക്കും യഥാർത്ഥ പ്രതികാരം. സിനിമ ദി എൻഡ് എന്ന് എഴുതി കാണിക്കുന്നത്. എങ്ങനെയുണ്ട് എന്റെ സിനിമ കൂട്ടുകാരെ? നിങ്ങളിൽ ചിലരെങ്കിലും പറയും ഇതൊരു ചീഞ്ഞ മോശം പ്രൊപ്പഗാൻഡ ചിത്രമാണെന്ന്. അപ്പൊ അവര് പറയും എന്താണ് ബായി ഇവിടെ പാകിസ്ഥാനെ മോശമായി ചിത്രീകരിച്ചപ്പോൾ നിങ്ങൾക്ക് പ്രൊപ്പഗാൻഡ ചിത്രമായിട്ടാണ് തോന്നുന്നത്? നിങ്ങൾ തീർച്ചയായും പാകിസ്ഥാനി ഭീകരരോട് അനുകമ്പ കാണിക്കുന്നയാളാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്റെ ബവന്തർ സിനിമ ഇഷ്ടപ്പെടാതിരുന്നതെന്ന്. ഇവിടെ പാകിസ്ഥാനെ കുറിച്ച് അല്ല ഞാൻ പറയുന്നത്. എനിക്കിവിടെ പ്രശ്നം ഇതിന്റെ പൊളിറ്റിക്കൽ പ്രൊപ്പഗാൻഡയെ കുറിച്ചാണെന്ന് നിങ്ങളിൽ ചിന്തിക്കുന്നവർ പറയും. ഒരു ആന്റി BJP പ്രൊപ്പഗാൻഡ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇവിടെ ഒറ്റുകാരനായി കാണിക്കാൻ ശ്രമിക്കുന്നു. ഞാൻ പറയുന്നു ശരിയാണ്. ദുരന്തർ സിനിമയുടെ സംവിധായകൻ ആദിത്യ ദർ ഇതേപോലെ ഒരു വ്യാജവും മ്ലേച്ഛവുമായ ഒരു പ്രൊപ്പഗാൻഡയാണ് തന്റെ ചിത്രത്തിലൂടെ കാണിച്ചത്. പക്ഷെ അതിന്റെ ഫലം മറിച്ചാണ് ഉണ്ടായത്. ഇന്നത്തെ വീഡിയോയിൽ അതെന്താണെന്ന് നമുക്ക് ചർച്ച ചെയ്യാം.
इस वीडियो को शुरू करने से पहले एक अच्छी खबर बताना चाहूंगा। 6 महीने के इंतजार के बाद अब AI मास्टर क्लास वापस आ गई है। 4 जनवरी को मैं 2026 का पहला सेशन होस्ट करूंगा। ये 2.5 घंटे की एक लाइव वर्कशॉप है। इसमें मैं पर्सनली लाइव आकर आपको 25 से ज्यादा AI टूल सिखाता हूं। इसमें चैट GPT, डीप सीक, लियोनार्डो AI, ड्रीम स्टूडियो, रनवे ML, 11 लैब्स, AI से फोटोज बनाना, AI से वीडियोस बनाना, AI से गाने बनवाना, प्रेजेंटेशन बनवाना, रिपोर्ट्स बनवाना, प्रॉम्प्टिंग टेक्निक्स, ढेर सारी चीजें मैं आपको सिखाता हूं। आखिरी बार मैंने मास्टर क्लास जून 2025 में करी थी और आप स्क्रीन पर उन लोगों के रिव्यूज देख सकते हो जिन्होंने उस क्लास को अटेंड किया था। ये एक बहुत ही बढ़िया और अफोर्डेबल अपॉर्चुनिटी है अपने आप को AI में अपस्किल करने के लिए, क्योंकि इसकी कॉस्ट सिर्फ 2 मूवी टिकटों जितनी है। तो अगर आप पहले ज्वाइन नहीं कर पाए थे, आज ज्वाइन कर सकते हैं। इसका लिंक नीचे डिस्क्रिप्शन में और इस QR कोड में मिल जाएगा। अगर आप उन लोगों में से हो जिन्होंने पहले इसे ज्वाइन किया था, तो भी आपके लिए काफी इंटरेस्टिंग है, क्योंकि 6 महीने के अंदर अंदर बहुत चेंजेस आ चुके हैं AI में। तो इस AI मास्टर क्लास का कंटेंट दोबारा से रीडिजाइन किया गया है सारे लेटेस्ट अपडेट्स के साथ। अब अपने टॉपिक पर आते हैं। ചാപ്റ്റർ 1 പ്രൊപ്പഗാൻഡ ചുഴലിക്കാറ്റിന് മുന്നിൽ വിവേക് അഗ്നിഹോത്രി വെറും ബന്ദർ. ഋത്തിക് റോഷൻ പറഞ്ഞത് തനിക്ക് ചിത്രത്തിന്റെ രാഷ്ട്രീയത്തോട് കടുത്ത എതിർപ്പുണ്ടെങ്കിലും സിനിമാക്കാരുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് തർക്കിക്കാൻ തയ്യാറാണെങ്കിലും ഈ ചിത്രത്തിന്റെ കഥ പറയുന്ന രീതി ഇഷ്ടപ്പെട്ടു. ഈ സിനിമ വിദ്യാർത്ഥി എന്ന നിലയിൽ തനിക്ക് ഏറെ പഠിക്കാനായെന്നും അടിപൊളി എന്നുമാണ് ഋത്തിക് റോഷൻ പറഞ്ഞത്. ചിത്രം ഒരു പ്രൊപ്പഗാൻഡയാണെങ്കിലും സിനിമ നന്നായിട്ടുണ്ടെന്ന്. പക്ഷെ ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് സിനിമ എത്ര നല്ലതാണെങ്കിലും അതൊരു പ്രൊപ്പഗാൻഡയാണ്. ഹിറ്റ്ലറുടെ കാലത്ത് ട്രയംഫ് ഓഫ് ദി വിൽ, ഒളിമ്പിയ പോലുള്ള സിനിമകൾ എടുത്ത സംവിധായിക ലെനി റീഫൻസ്റ്റാളിന്റെ സിനിമകളുടെ സാങ്കേതികത്വം ഏറെ പ്രിയത്തോടെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നതാണ്. ഹിറ്റ്ലറുടെ രാഷ്ട്രീയത്തെ ഉയർത്തി കാണിച്ച പ്രൊപ്പഗാൻഡ ചിത്രങ്ങളായിരുന്നു ഇതെല്ലാം. അക്കാലത്ത് ഏറെ ലാഭം കൊയ്ത ചിത്രങ്ങൾ. ജന്മയിലെ ബോക്സ് ഓഫീസ് ഹിറ്റുകളായിത്തീർന്നു ഈ ചിത്രങ്ങൾ. ലോക പ്രശസ്ത സിനിമാ നിരൂപക സൂസൻ സോൻടാഗ് തന്റെ ഒരു ലേഖനത്തിൽ പറയുന്നത് നന്നായി കാണിക്കുമ്പോഴാണ് പ്രൊപ്പഗാൻഡ സിനിമകൾ ഫലം കാണുന്നതെന്നാണ്. അതുകൊണ്ട് നന്നായി ഉണ്ടാക്കിയ പ്രൊപ്പഗാൻഡ സിനിമകൾ അപകടകാരികളാണ്. ദി താജ് സ്റ്റോറി, ബംഗാൾ ഫയൽസ് പോലുള്ള സിനിമകൾ നന്നായി എടുക്കാത്തത് കൊണ്ട് അവ അപകടകാരികളാകാതിരുന്നത്. അവയെല്ലാം മോശം സിനിമകളായിരുന്നു. പക്ഷെ ദുരന്തർ സിനിമ പ്രേക്ഷകരെ നന്നായി പിടിച്ചിരുത്തുന്ന സിനിമയാണ്. നന്നായി നിർമ്മിക്കപ്പെട്ട സിനിമയായിരിക്കെ തന്നെ ചിത്രം പറയാൻ ശ്രമിക്കുന്നത് നമ്മുടെ രാജ്യത്തെ ഇന്റലിജൻസ് ഏജൻസികൾ ചാരന്മാരായി ക്രിമിനലുകളെ വാടകയ്ക്കെടുക്കുന്നുവെന്നാണ്. ദേശസ്നേഹികളായ ഏതെങ്കിലും ഇന്റലിജൻസ് ഓഫീസർമാർക്ക് ഇത് അംഗീകരിക്കാനാവുമോ? വിധ്വംസക പ്രവർത്തനങ്ങൾക്കായി പാകിസ്ഥാനിലേക്ക് ഇന്ത്യ ഏജന്റുകളെ അയക്കാറുണ്ടെന്ന് ആരോപണം പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ പലതവണ നടത്തിയിട്ടുള്ളതാണ്. തന്റെ രാഷ്ട്രീയ പ്രൊപ്പഗാൻഡ കാണിക്കുന്നതിൽ ആദിത്യദർ മുഴുകിയപ്പോൾ സിനിമയിൽ കാണിച്ചതും അത് തന്നെയാണ്. വാസ്തവം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ സർക്കാർ ഈ ആരോപണങ്ങളെ നിരന്തരം തള്ളിക്കളഞ്ഞിട്ടുള്ളതാണ്. 2012 ലേഖനം നോക്കൂ. സുർജീത്തിനെ ഇന്റലിജൻസ് ചാരനായി പാകിസ്ഥാനിലേക്ക് അയച്ചിട്ടില്ലെന്നാണ് ഇന്ത്യൻ സർക്കാർ തന്നെ പറയുന്നത്. പാകിസ്ഥാനിലേക്ക് ചാരന്മാരെ അയച്ചുവെന്ന പാകിസ്ഥാന്റെ ആരോപണം ഇന്ത്യ തള്ളുന്നതാണ് 2016 മറ്റൊരു ലേഖനത്തിൽ വ്യക്തമാകുന്നത്. എന്നാൽ ദുരന്തർ എന്ന ചിത്രം ഇത്തരം ഒരു രഹസ്യ ഏജന്റിനെ ഒരു ഹീറോ ആയിട്ടാണ് ചിത്രീകരിക്കുന്നത്. നിങ്ങൾ ഇപ്പൊ പറയും ഇത് എന്തൊക്കെ പറഞ്ഞാലും ഒരു സിനിമയല്ലേ, സിനിമയിൽ ഇതൊക്കെ കാണിക്കുന്നതുകൊണ്ട് എന്താണ് പ്രശ്നമെന്ന്. അങ്ങനെയാണെങ്കിൽ YRF സ്പൈ യൂണിവേഴ്സിന്റെ ഒരു സിനിമയുണ്ട്. അതിൽ കാണിക്കുന്നത് ഒരു ഇന്ത്യൻ ഏജന്റ് പാകിസ്ഥാനിൽ പോയി ചാരപ്പണി എടുക്കുന്നതാണ്. പക്ഷെ യഥാർത്ഥ സംഭവങ്ങളിൽ നിന്ന് എത്രമാത്രം പ്രചോദനം ഉൾക്കൊണ്ടിട്ടുണ്ടെന്ന് ദുരന്തർ സിനിമയിൽ പലവട്ടം കാണിക്കുന്നു. ആശ്ചര്യപ്പെടുത്തുന്ന യഥാർത്ഥ സംഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയെടുത്ത സിനിമ എന്ന് ട്രെയിലറിൽ നിരന്തരം പറയുന്നു. നവംബർ 26 തീവ്രവാദി ആക്രമണത്തിന്റെ യഥാർത്ഥ ന്യൂസ് ഫുട്ടേജ് കാണിച്ചിട്ടുണ്ട് സിനിമയിൽ. തീവ്രവാദികളുടെയും അവരുടെ ബോസുമാരുടെയും യഥാർത്ഥ ജീവിതത്തിലെ ഓഡിയോ റെക്കോർഡിങ്ങുകൾ ചിത്രത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പാകിസ്ഥാനിലെ ലായ്രി നഗരത്തിലെ ബാബു ഡെക്കോയിറ്റ്, റഹ്മാൻ ഡെക്കോയിറ്റ്, ഉസർ ബലൂച്ച് എന്നീ യഥാർത്ഥ ഗ്യാങ്സ്റ്റർമാരെ പോലീസുകാരായ ചൗധരി അസ്ലമിനെയൊക്കെ ഈ സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. शेर के मुंह में हाथ डाला है, इनकी नस्लें भी याद रखेंगी। പ്രേക്ഷകർക്കായിട്ട് ഒരു യഥാർത്ഥ ജീവിതം അനാവരണം ചെയ്യുന്നു. പിന്നീട് ഇതിനിടെയെല്ലാം നമ്മുടെ കാൽപ്പനിക സിനിമ ഭവന്തറിൽ കാണിച്ചതുപോലെ കാൽപ്പനിക കഥകൾ ഇങ്ങനെ എഴുതി പിടിപ്പിക്കുന്നു. വാസ്തവത്തിൽ റഹ്മാൻ ഡെക്കോയിറ്റിന്റെ മരണം ഓഗസ്റ്റ് 9 തന്നെ നടക്കുന്നു. ചൗധരി അസ്ലമിന്റെ എൻകൗണ്ടറിലാണ് റഹ്മാൻ കൊല്ലപ്പെടുന്നത്. എന്നാൽ സിനിമയിൽ കാണിക്കുന്നത് ഇന്ത്യയിലെ ഒരു രഹസ്യ ഏജന്റും കൂടി ഇതിൽ ഉൾപ്പെട്ടതായിട്ടാണ്. റഹ്മാൻ ഡെക്കോയിറ്റിനെ മരിക്കുന്നതിന് മുമ്പ് അയാൾ ആശുപത്രിയിൽ കൊണ്ടുവന്നതായും ചിത്രീകരിക്കുന്നു. എന്നാൽ വാസ്തവത്തിൽ അങ്ങനെയൊന്നും ഒരു ന്യൂസ് റിപ്പോർട്ടുമില്ല. 2009 ഓഗസ്റ്റ് 10 ന്യൂസ് റിപ്പോർട്ട് നിങ്ങൾക്ക് പരിശോധിക്കാം. അതിൽ പറയുന്നത് റഹ്മാന്റെ എൻകൗണ്ടർ ബിൻ കാസിം പ്രദേശത്താണ് നടന്നതെന്നാണ്. റഹ്മാൻ ഡെക്കോയിറ്റിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ കുറിച്ച് പീപ്പിൾസ് അമൻ കമ്മിറ്റിയുടെ ചെയർമാൻ അബ്ദുൾ മജീദ് സർബാസി എക്സ്പ്രസ് ട്രിബ്യൂണിനോട് പറഞ്ഞത് റഹ്മാനെ 3 അടി അടുത്ത് വെച്ച് വെടിവെച്ച് കൊന്നു എന്നാണ്.
2010 ഫെബ്രുവരി 4 പ്രസിദ്ധീകരിച്ച ഡോണിന്റെ റിപ്പോർട്ടിൽ റഹ്മാന്റെ ഭാര്യ ഇതൊരു വ്യാജ ഏറ്റുമുട്ടലാണെന്ന് പറയുന്നുണ്ട്. തുടർന്ന് SSP ചൗധരി അസ്ലമിനെതിരെ FIR ഇടാൻ ഉത്തരവായി. हम हाई कोर्ट भी जाएंगे, सुप्रीम कोर्ट भी जाएंगे. हम जरदारी साहब से भी अपील करते हैं कि इस केस के मुतालिक गौर करें और ചൗധരി അസ്ലം के खिलाफ एक्शन ले. എന്താണ് വാസ്തവം, എന്താണ് ഫിക്ഷൻ എന്ന് പ്രേക്ഷകർക്ക് അറിയില്ല. അറിയുക പോയിട്ട് സിനിമയിൽ മുഴുകിയിരിക്കുന്ന പ്രേക്ഷകർ അത് ശ്രദ്ധിക്കുക പോലുമില്ല. അതുകൊണ്ട് തന്നെ ഇതെല്ലാം അവർക്കൊരു സുവിശേഷ സത്യമായി മാറുന്നു. आज जो तमाचा है इन लोग के ऊपर, क्योंकि वो हमेशा से सच छुपाते आए. आज जो मूवीज बन रही है, चाहे आर्टिकल 370 बने, चाहे हक बने और धुरंधर जैसी मूवीज, ये सच है. रियलिटी बेस्ड है तो एजेंट को वहाँ ताली बजाने तो भेजेंगे नहीं, तो वॉयलेंस ही होगा. कि अगर आप इंडियन हो, मैं तो कहूँगा आप कहीं से भी हो, अगर आपको फैक्ट से प्रॉब्लम है तो आपको इस मूवी से प्रॉब्लम है. ഇനി നിങ്ങളിൽ പലരും ചിന്തിക്കും, ഇവിടെ മറ്റനേകം സിനിമകളുണ്ട് യഥാർത്ഥ സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയും എന്നാൽ ഫിക്ഷൻ കൂട്ടിച്ചേർത്തുമുള്ള സിനിമകൾ. ഉദാഹരണത്തിന് ബാഗ് മിൽക്ക ബാഗ് അല്ലെങ്കിൽ ദങ്കൽ പോലുള്ള സിനിമകൾ. സിനിമാക്കാർ പൊതുവെ അങ്ങനെ ചെയ്യുന്നത് അതിനെ കൂടുതൽ ഉദ്വേഗഭരിതമാക്കാനും ത്രില്ലിംഗ് ആക്കാനും ഒക്കെ വേണ്ടിയാണ്. എന്നാൽ ആദിത്യ ദർ അങ്ങനെ ചെയ്യുമ്പോൾ അത് തന്റെ നുണ പ്രൊപ്പഗാൻഡയ്ക്ക് വേണ്ടി മാത്രമാണ് ചെയ്യുന്നത്. കാരണം ഈ സിനിമയിൽ നിന്ന് മുഴുവൻ പ്രൊപ്പഗാൻഡ ഉള്ളടക്കം എടുത്തു മാറ്റിയാലും സിനിമയുടെ സസ്പെൻസിനും അതിന്റെ ത്രില്ലിനും ഒരു മാറ്റവും സംഭവിക്കില്ല. അപ്പൊ ഇനിയിപ്പോ ഇതിനെക്കുറിച്ച് ആരെങ്കിലും ആദിത്യ ധറിനോട് ചോദിക്കുകയാണെങ്കിൽ പറയും, സഹോദരാ ഇതൊരു കാൽപ്പനിക ചിത്രമല്ലേ എന്ന്. എങ്കിൽ പിന്നെ ഇത്രയധികം യഥാർത്ഥ സംഭവങ്ങൾ എന്തിനു കൂട്ടിച്ചേർത്തുവെന്ന് ചോദിച്ചാൽ അത് പിന്നെ യഥാർത്ഥ സംഭവങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുണ്ടാക്കിയ ചിത്രമല്ലേ എന്നും ആദിത്യ ധർ ഉത്തരം നൽകും. അതെ, ഡോഗ് വിസിൽ ചെയ്യാനും പ്രൊപ്പഗാൻഡ സിനിമയുണ്ടാക്കാനുമുള്ള നിങ്ങളുടെ നിഞ്ച ടെക്നിക് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ചാപ്റ്റർ 2 നാനോ ചിപ്പുള്ള നോട്ട് മെഷീൻ നടക്കാത്തത് കാണിക്കുന്നു, നടക്കുന്നത് കാണിക്കുന്നില്ല. 2011 ഈ വാർത്തയൊന്ന് കാണൂ. കറൻസി പേപ്പർ സപ്ലൈ ചെയ്യുന്ന ബ്രിട്ടീഷ് കമ്പനിയെ നിരോധിക്കുന്നു. ബ്രിട്ടീഷ് കമ്പനിയായ ഡേ ലാ റിയൂവിന് RBIയുടെ നോട്ട് മുദ്രൺ പ്രൈവറ്റ് ലിമിറ്റഡുമായി കരാറുണ്ടായിരുന്നുവെന്ന് അന്നത്തെ ധനകാര്യമന്ത്രി നമോ നാരായൺ മീണ രാജ്യസഭയിൽ പറയുന്നു. ബാങ്ക് നോട്ടുകൾക്ക് വേണ്ട പേപ്പറുകൾ വിതരണം ചെയ്യുന്നതായിരുന്നു ആ കരാർ. എന്നാൽ അവർ വിതരണം ചെയ്യുന്ന നോട്ടുകൾ നിശ്ചിത സുരക്ഷാ മാനദണ്ഡങ്ങൾക്ക് പുറത്താണെന്ന് 2010 ജൂലൈ ആഗസ്റ്റ് മാസത്തിൽ ശ്രദ്ധയിൽപ്പെടുന്നു. കമ്പനി തങ്ങളുടെ പിഴ സമ്മതിക്കുന്നു. അതോടെ മൻമോഹൻ സിംഗ് സർക്കാർ പിന്നീട് ബ്രിട്ടീഷ് കമ്പനിക്ക് സെക്യൂരിറ്റി ക്ലിയറൻസ് നൽകാൻ വിസമ്മതിക്കുകയും കമ്പനിയെ നിരോധിക്കുകയും ചെയ്യുന്നു. ലേഖനത്തിൽ കൂടുതൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് നോക്കാം. ED പിടിച്ചെടുത്ത വ്യാജ കറൻസികൾ ഇന്ത്യയുടെ യഥാർത്ഥ കറൻസിയോട് കിടപിടിക്കുന്നതായിരിക്കുന്നുവെന്നാണ് കണ്ടെത്തൽ. പാകിസ്ഥാനിൽ നിരവധി ഹൈ സെക്യൂരിറ്റി പ്രസ്സുകൾ ഉണ്ടെന്നും അവിടെ വ്യാജ ഇന്ത്യൻ കറൻസികൾ നിർമ്മിച്ച് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ തകർക്കാനായി അവ അങ്ങോട്ട് കയറ്റിവിടുന്നുവെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ടുകളെ ഉദ്ധരിച്ച് ആ ലേഖനത്തിൽ പറയുന്നത്. ഈ വാർത്ത വായിച്ചപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നിയത്? നമ്മുടെ എൻഫോഴ്സ്മെന്റ് ഏജൻസികളും ഇന്റലിജൻസ് ഏജൻസികളും തങ്ങളുടെ പണിയെടുത്തില്ല എന്നല്ലേ? അവരുടെ ഇൻപുട്ടുകൾക്കനുസരിച്ച് മന്ത്രി നടപടിയും എടുത്തിരുന്നു. എന്നാൽ നോട്ടടിക്കുന്ന മെഷീൻ നശിച്ചുവെന്ന് ക്യാബിനറ്റ് മന്ത്രി പറഞ്ഞതായും പിന്നീട് ഈ മെഷീൻ പാകിസ്ഥാനിലെത്തിയുമെന്നാണ് ഈ വ്യാജ നോട്ടുകളെ കുറിച്ച് സിനിമയിൽ കാണിക്കുന്നത്. ഇങ്ങനെയൊന്നും സംഭവിച്ചു എന്നതിന് യാതൊരു തെളിവില്ലെന്ന് മാത്രമല്ല യാതൊരു വാർത്തയും അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടില്ല. അക്കാലത്ത് ഈ വാർത്ത എങ്ങനെ പുറത്തു വരുമെന്ന് നിങ്ങൾ ആശ്ചര്യപ്പെടുന്നുണ്ടാകും. 2014 മുതൽ മോദി സർക്കാരാണ് അധികാരത്തിലിരുന്നത്. അത്തരത്തിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ മന്ത്രിയെ പിടിച്ച് ജയിലിലിടൂ. 11 വർഷത്തോളം എന്തുകൊണ്ട് ഇതിനെക്കുറിച്ച് നിങ്ങളൊരു അക്ഷരം പറഞ്ഞില്ല? അപ്പൊ എന്ത് ചെയ്യുകയായിരുന്നു? ചാപ്റ്റർ 3 കസബ് കടലിലൂടെ വന്നു, പക്ഷെ 300 കിലോ RTX എവിടെ നിന്ന് വന്നു? ഇതുപോലെ 26/11 ആക്രമണത്തിന് മുമ്പും ഇന്റലിജൻസ് ഇൻപുട്ടുകൾ ഉണ്ടായിരുന്നുവെന്നാണ് സിനിമയിൽ കാണിക്കുന്നത്. അസത്യമാണ്. ഉദാഹരണത്തിന് അമേരിക്കയിലെ ഡിഫൻസ് ആൻഡ് സെക്യൂരിറ്റി തിങ്ക് ടാങ്കായ RUSI 2009 നവംബർ 25 പ്രസിദ്ധീകരിച്ച ആ ലേഖനം നോക്കാം. അതിൽ പറയുന്നത് കുറച്ച് ഇന്റലിജൻസ് ഇൻപുട്ടുകൾ ഉണ്ടായിരുന്നുവെന്നും എന്നാൽ അതൊന്നും കൃത്യമായിരുന്നില്ലെന്നുമാണ്. പോലീസിനും കോസ്റ്റ് ഗാർഡിനും നടപടിയെടുക്കാനായില്ല. റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ അടുക്കൽ പഴയൊരു ബോൾട്ട് റൈഫിളാണ് ഉണ്ടായിരുന്നത്. ദേശീയ സുരക്ഷാ സേന 10 മണിക്കൂർ കഴിഞ്ഞാണ് വന്നത്. അത് ലോജിസ്റ്റിക്സിന്റെ കുറവാണ് സൂചിപ്പിക്കുന്നത്. കൂടാതെ രാത്രിയിലേക്കുള്ള ഗോഗ്ലേഴ്സിന്റെ കുറവും ഉണ്ടായിരുന്നു. മാത്രമല്ല ഇതെല്ലാം നിയന്ത്രിക്കാനുള്ള ഒരു ഓപ്പറേഷൻ കമാൻഡിന്റെ കുറവും അവിടെ ഉണ്ടായിരുന്നു. ഇതെല്ലാം അർത്ഥമാക്കുന്നത് ഇവിടെ ഇന്റലിജൻസിന്റെ കുറവിനോടൊപ്പം പെട്ടെന്ന് പ്രതിരോധിക്കാനുള്ള ശേഷിയില്ലായ്മയും സംഘാടനത്തിന്റെ കുറവും ഉണ്ടായിരുന്നു എന്നാണ്. പക്ഷേ ഇതിൽ നിന്നെല്ലാം മൻമോഹൻ സിംഗിന്റെ സർക്കാർ ഒറ്റുകാരായിരുന്നുവെന്നും അദ്ദേഹം മനഃപൂർവ്വം ഈ ആക്രമണത്തിന് കൂട്ടുനിൽക്കുകയായിരുന്നുവെന്നും നമുക്ക് അനുമാനിക്കാനാവുമോ? അങ്ങനെ നിങ്ങൾ പറയുകയാണെങ്കിൽ അടൽ ബിഹാരി വാജ്പേയിയുടെയും സർക്കാരും മോദി സർക്കാരും പ്രതിക്കൂട്ടിൽ നിൽക്കേണ്ടി വരും.
അതപ്പോൾ IC-814 കാണ്ഡഹാർ വിമാന റാഞ്ചലാണെങ്കിലും കാർഗിൽ യുദ്ധമാണെങ്കിലും 2016 ഉറി ഭീകരാക്രമണമാണെങ്കിലും 2019 പുൽവാമ ഭീകരാക്രമണമാണെങ്കിലും എല്ലാത്തിനും ഇന്റലിജൻസ് ഇൻപുട്ടുകൾ ലഭ്യമായിരുന്നു. വിശ്വാസം വരുന്നില്ലെങ്കിൽ ഈ റിപ്പോർട്ട് നോക്കൂ. കാണ്ഡഹാർ വിമാന റാഞ്ചലിനെ കുറിച്ച് നേരത്തെ ഇൻപുട്ട് ഉണ്ടായിരുന്നു, പക്ഷേ അതിൽ നടപടി ഉണ്ടായില്ല. ഇന്ധനം നിറയ്ക്കാനായി വിമാനം അമൃത്സറിൽ ഇറക്കിയപ്പോൾ അവിടെ ഭീഷണിയെ നേരിടാനായില്ല. ഈ ഹൈജാക്കിലൂടെയാണ് മസൂദ് അസർ എന്ന ഭീകരവാദിയെ വിട്ടയച്ചത്. പിന്നീട് 2001 ജമ്മു കാശ്മീർ നിയമസഭാ ആക്രമണം, 2001 പാർലമെന്റ് ആക്രമണം, 2008 26/11 ആക്രമണം, 2016 പഠാൻകോട്ട് ആക്രമണം, 2019 പുൽവാമ, ഇപ്പോൾ 2025 ചെങ്കോട്ട ഭീകരാക്രമണം തുടങ്ങി നിരവധി ഭീകരാക്രമണങ്ങളിൽ ഇയാളുടെ പങ്ക് നാം കണ്ടതാണ്. ഇന്ത്യ ടുഡേയുടെ റിപ്പോർട്ട് നോക്കാം. ഉറി ആർമി ഇൻസ്റ്റലേഷൻ ലക്ഷ്യം വെക്കുമെന്ന് നേരത്തെ തന്നെ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. IBയും ഇന്ത്യൻ ആർമിക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നിട്ടും ഉറി ആക്രമിക്കപ്പെട്ടു. പുൽവാമ ഭീകരാക്രമണത്തെക്കുറിച്ച് ഫ്രണ്ട് ലൈൻ ലേഖനത്തിൽ പറയുന്നത് 1 2 അല്ല 11 ഇന്റലിജൻസ് ഇൻപുട്ടുകൾ ഉണ്ടായിരുന്നു. എത്ര? 11 ഇന്റലിജൻസ് ഇൻപുട്ട്. ഇന്റലിജൻസ് പരാജയമോ ഇന്റലിജൻസ് ഇൻപുട്ടുകൾ ഉണ്ടായിട്ടും മോശം സംഘാടനത്തിന്റെ ഫലമായിട്ടോ മോശം പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ടോ ആക്രമണം നടക്കുകയാണെങ്കിൽ സർക്കാരും മുഴുവൻ സുരക്ഷാ ഏജൻസികളും ചോദ്യം ചെയ്യപ്പെടണം. അത് ഏതൊരു പൗരന്റെയും അവകാശം മാത്രമല്ല, ഉത്തരവാദിത്തം കൂടിയാണ്. ഈ ചോദ്യം നാം ഇപ്പോൾ BJP സർക്കാരിനോട് ചോദിക്കും. പണ്ട് കോൺഗ്രസ് സർക്കാരിനോട് ചോദിച്ചിരുന്നു. എല്ലായിടത്തു നിന്നും അതിൽ ചർച്ചകൾ ഉണ്ടാവുമായിരുന്നു. എന്നാൽ കോൺഗ്രസ് സർക്കാരിനോടായാലും BJP സർക്കാരിനോടായാലും അവർ ഒറ്റുകാരാണെന്നും മനഃപൂർവ്വം ഇത്തരം ആക്രമണങ്ങൾക്ക് നിന്നുകൊടുക്കുകയാണെന്നും പറയുന്ന അനിതര സാധാരണമായ അവകാശവാദങ്ങൾക്ക് അത്ര തന്നെ അനിതര സാധാരണമായ തെളിവുകൾ വേണം. അടുത്ത ദിവസം തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് മോദി സർക്കാർ മനഃപൂർവ്വം ആക്രമണം നടത്തിയതാണെന്ന് പറഞ്ഞ് അടുത്തിടെ ചെങ്കോട്ടയിൽ നടന്ന ഭീകരാക്രമണത്തിലും ഇത്തരം അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ടായിരുന്നു. സർക്കാരിനെ ഇത്തരത്തിൽ കുറ്റപ്പെടുന്നത് ശരിയല്ലെന്ന് ഞാൻ എന്റെ വീഡിയോയിൽ തുറന്നു പറഞ്ഞിരുന്നു. मैं मानता हूं कि इस सरकार ने ऐसे कई काम किए हैं जिससे इन पर बिल्कुल ट्रस्ट नहीं किया जा सकता, लेकिन इस तरीके से बिना किसी सबूत के इस तरीके से कंक्लूजन पर पहुंच जाना ये भी बहुत गलत है. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു സംവിധായകൻ തന്റെ ഒരു സിനിമ മുഴുവൻ യഥാർത്ഥ സംഭവങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നിർമ്മിക്കുന്നു. എന്നിട്ട് അതിൽ ഈ സർക്കാർ ദേശഭക്തി ഇല്ലാത്തവരാണെന്ന് സംഭാഷണങ്ങൾ എഴുതി ചേർത്താൽ നിങ്ങൾക്ക് എന്ത് തോന്നും? BJPയുടെ കാല് നക്കി സ്വയം മറന്നുപോയ ആദിത്യദർ അതേ വിഡ്ഢിത്തമാണ് ചെയ്യുന്നത്. ഇതിനെ വിഡ്ഢിത്തം എന്ന് പറയേണ്ട. നാം തുടക്കത്തിൽ പരാമർശിച്ച നാസി പ്രൊപ്പഗാൻഡിസ്റ്റ് റെനി റീഫൻസ്റ്റാൾ ഹിറ്റ്ലർ മരിച്ചു കഴിഞ്ഞപ്പോൾ ഏകദേശം ഇതൊക്കെ തന്നെയാണ് പറഞ്ഞത്. ഞാനൊരു നിർദോഷിയായ സിനിമാ സംവിധായികയാണ്, എനിക്ക് എൻ്റെ കലയായിരുന്നു പ്രധാനം, ചുറ്റിലും നടന്നിരുന്നത് ഞാൻ രേഖപ്പെടുത്തിയെന്ന് മാത്രമെന്നാണ് പിന്നീട് അവി പറഞ്ഞത്. Großartige Inszenierung. Wer hat die gemacht? Wer hat das erfunden? Hitler und Speer haben das gemacht. Ganz alleine? Ja, ganz alleine. Ich hatte damit nichts. Ich wusste gar nichts, ich hatte keine Ahnung davon. Ich habe das gesehen und habe versucht, das gut aufzunehmen. Aber die Idee, dass ich da mitgewirkt habe, finde ich ja geradezu albern. മോദിക്ക് അധികാരം നഷ്ടപ്പെടുമ്പോൾ നോക്കിക്കോളൂ, ആദിത്യയും ഏതാണ്ട് ഇതേ ഡയലോഗുകൾ പറയും. പക്ഷേ സൂസൻ സോൺടാഗ് തന്റെ ലേഖനമായ ഫാസിനേറ്റിംഗ് ഫാസിസത്തിൽ ഈ നുണയെ പൊളിച്ചെഴുതുന്നുണ്ട്. ഇതിൽ അവർ ഉദാഹരണമായി കാണിക്കുന്നത് എങ്ങനെയാണ് ലെനി ഹിറ്റ്ലറുടെ കാല് നക്കുന്ന ഒരു പ്രൊപ്പഗാൻഡിസ്റ്റായി പ്രവർത്തിക്കുന്നതെന്നാണ്. ഫിക്ഷണൽ സിനിമകളൊക്കെ ഈ പ്രൊപ്പഗാൻഡ സിനിമകളായിരുന്നു. എന്നാൽ സൂസൻ ലെനിയുടെ ഡോക്യുമെന്ററികളിലും ചോദ്യമുയർത്തി. എങ്ങനെ ലോ ആംഗിൾ ഷോട്ട്സ്, മോന്യുമെന്റൽ ഫ്രെയിമിംഗ്, ട്രാക്കിംഗ് ഷോട്ടുകളിലൂടെ നാസികളെ ഒരു കാഴ്ചാവിരുന്നൊരുക്കിയെന്ന് അവരെഴുതുന്നു. Da ist mir der Gedanke gekommen, wenn ich eine dieser Reden eine Rundschiene lege, dann ist die Rede interessanter, als wenn ich sie von einem Standpunkt aufnehme. സത്യം ഇതായിരുന്നു. അവരുടെ ഫിലിമിംഗ് ടെക്നിക്കും പ്രൊപ്പഗാൻഡ താല്പര്യങ്ങളും 100% പരസ്പരം പൂരകങ്ങളായിരുന്നു. അതുകൊണ്ട് ഋത്തിക് റോഷൻജി ആദിത്യദറിന്റെയും പ്രൊപ്പഗാൻഡയും സിനിമാ ടെക്നിക്കും രണ്ടായി കാണാൻ സാധിക്കില്ല. ആദിത്യദർ വെറും വിഡ്ഢിയല്ല, അയാൾ പ്രൊപ്പഗാൻഡയുടെ മണൽക്കാറ്റ് പായിക്കുന്ന ഒരു അതികായനാണ്. ചാപ്റ്റർ 4. 10 വർഷമായി സൗജന്യമായി ശമ്പളം തിന്നവർ. സർക്കാരിനെ ഒറ്റുകാരെന്ന് വിളിച്ചതോ വിളിച്ചു. പക്ഷെ ആ ഇന്റലിജൻസ് ഓഫീസർ ഇപ്പൊ ആരായി? സിനിമയിൽ കാണിക്കുന്നത് ഇന്ത്യയെ ആക്രമിക്കാൻ വരുന്നുണ്ടെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് ഓഫീസർക്ക് ലഭിക്കുന്നു. എന്നാൽ അയാൾ വിചാരിക്കുന്നത് ഈ സർക്കാർ ഏതായാലും ഒറ്റുകാരാണ്, ഇവരൊന്നും ചെയ്യില്ല, പിന്നെ എന്തിനു ചിന്തിക്കണമെന്നാണ്. ഈ വിവരം എന്റെ പക്കൽ തന്നെ ഇരിക്കട്ടെ എന്ന് സുശാന്ത് സിൻഹ എന്ന കോമാളി പറയുന്നത് ഈ ഇന്റലിജൻസ് ഓഫീസർ अजित सान्याल के कथापात्रम अजित डोवल आनंद। अजय सान्याल के गेटअप में माधवन के किरदार में लोगों को मौजूदा वक्त में भारत के यानी से अजीत डोभाल की साफ साफ झलक दिख रही। പക്ഷേ
ഇത്രയും മോശമായ ഒരു കഥാപാത്രം തന്നിൽ നിന്നുള്ള പ്രേരണ കൊണ്ടുണ്ടായതാണെന്ന് അജിത് ഡോവൽ സമ്മതിക്കുമോ? ഇനി കോൺഗ്രസ്, BJP എന്നൊക്കെയുള്ള പേര് നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാറ്റിവെച്ച് നിങ്ങൾ ചിന്തിക്കൂ. നിങ്ങൾ ഒരു ഇന്റലിജൻസ് ഓഫീസർ ആണെങ്കിൽ നിങ്ങൾ ഇതുപോലെ പെരുമാറുമോ? ഒരു മിനിറ്റ് സമ്മതിച്ചു നിങ്ങൾക്ക് സർക്കാരിന് വിശ്വാസമില്ല, പക്ഷെ നിങ്ങൾ കയ്യും കെട്ടി നോക്കി നിൽക്കുമോ? രാജ്യത്തെ രക്ഷിക്കാൻ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒന്നും ചെയ്യാതിരിക്കുമോ? ഇനി ഒന്നും പറ്റിയില്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് വാർത്ത ലീക്ക് ചെയ്തു കൊടുക്കില്ലേ? നിങ്ങളുടെ കീഴിലുള്ള വിശ്വസ്തരായ ഓഫീസർമാരുടെ സഹായത്തോടെ എന്തെങ്കിലുമൊക്കെ ചെയ്യില്ലേ? ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മാനസിക സമ്മർദ്ദം താങ്ങാൻ വയ്യാതെ നിങ്ങൾ രാജിവെച്ച് ഒഴിഞ്ഞെങ്കിലും പോവില്ലേ? അതോ 10 വർഷം ഇങ്ങനെ ഒന്നും ചെയ്യാതിരുന്ന് ഫ്രീ സാലറി വാങ്ങിക്കൊണ്ടിരിക്കുവോ? सर इंटेल मिला है, इस पर तुरंत एक्शन लेना होगा, बट अभी नहीं। ये इंटेल तब काम आएगी जब कल की अवतार जन्म लेगा, जब क्लाउड होंगे और बेनिफिट कर सकेंगे। सर यूपी के लिए भी एक इंटेल है, अभी नहीं। यूपी की इन्फॉर्मेशन को भी संभाल कर रखो। यूपी में एक दिन आएगा जब विन डीजल जैसा दिखने वाला एक CM एक दिन आएगा। अभी हमें सैलरी लेनी चाहिए? नहीं, सैलरी लेना नहीं छोड़ना है, क्योंकि शुगर की कैलोरी हलवाई नुमा और ब्यूरोक्रेट की सैलरी बड़ी कसाई नुमा होती है। സാലറി എന്ന് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. പാകിസ്ഥാനിൽ ജോലി ചെയ്യുന്ന ഇന്ത്യയുടെ ചാരന് ആരാണ് ശമ്പളം നൽകുന്നത്? കാരണം അയാളുടെ കണ്ണിൽ സർക്കാർ ഒറ്റുകാരായിരുന്നല്ലോ. പിന്നെ ഈ ഓപ്പറേഷൻ ദുരന്തറിനെ എന്തിനാണ് തുടരാൻ അനുവദിച്ചത്? ഇനിയെങ്കിലും ഒരു അല്പം സെൻസ് കാണിക്കാമായിരുന്നില്ലേ? ചാപ്റ്റർ 5, ജീവനുള്ള എല്ലാ വസ്തുവും ഒരു ദേശദ്രോഹിയാകുന്നു. ഇതിൽ ആശ്ചര്യപ്പെടുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ക്യാബിനറ്റ് മന്ത്രി, സർക്കാർ, ഇന്റലിജൻസ് ഏജൻസികൾ എന്നിവയ്ക്ക് നേരെ ചോദ്യശരങ്ങൾ തൊടുത്തുവിട്ട ആദിത്യദർ നിങ്ങളെയും വെറുതെ വിടുന്നില്ല എന്നതാണ്. സിനിമയിൽ ഒരു ഡയലോഗ് ഉണ്ട്, ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രു ഇന്ത്യക്കാർ തന്നെയാണെന്ന്. ഈ നരേറ്റീവ് നിങ്ങൾ ഇതിനു മുമ്പും ജീവിതത്തിൽ പലതവണ കേട്ടിട്ടുണ്ടാവും. ഉദാഹരണത്തിന്, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് വോട്ട് നൽകിയില്ലെങ്കിൽ നിങ്ങൾ ഒറ്റുകാരനാവും. രാജ്യത്ത് ഏകത വേണമെന്നും ഏതെങ്കിലും ഒരു മതസമൂഹത്തിനെതിരെ വെറുപ്പ് പ്രകടിപ്പിക്കുകയുമരുതെന്നും ഒരു ഡിഫൻസ് ഓഫീസറുടെ ഭാര്യ പറഞ്ഞാൽ അവരെയും നമ്മൾ ഒറ്റുകാരി എന്ന് വിളിക്കും. നിങ്ങളിപ്പോൾ ഒരു മുസ്ലിം കുടുംബത്തിൽ നിന്നുള്ള ആളാണെങ്കിലും നിങ്ങളെയും തീവ്രവാദി എന്ന് വിളിക്കും. ഉദാഹരണത്തിന്, BJP നേതാവ് കേണൽ ഖുറേഷിയെ തീവ്രവാദികളുടെ സഹോദരി എന്ന് വിളിച്ചില്ലേ? लोगों को हमने उन्हीं की बहन भेज करके उनकी ऐसी की तैसी करवाई। एक बार मोदी जी के लिए जोरदार ताली बजाएं। നമ്മുടെ മുൻ രാഷ്ട്രപതിയും നമ്മുടെ രാജ്യത്തിന്റെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്ന APJയെ യതി നരസിംഹ ആനന്ദ് തീവ്രവാദി എന്ന് വിളിച്ചില്ലേ? अब्दुल कलाम भारत का राष्ट्रपति बना, लेकिन वो नंबर 1 का जिहादी था। കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അജിത് ഡോവലിന്റെ പഴയൊരു വീഡിയോ ക്ലിപ്പ് സോഷ്യൽ മീഡിയയിൽ വൈറലായി. ഇത് 11 കൊല്ലം മുമ്പ് ഓസ്ട്രേലിയ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തതാണ്. 1.5 മണിക്കൂറുള്ള ഈ വീഡിയോയിൽ ഏകദേശം 1 മണിക്കൂറോളം അദ്ദേഹം പർവേസ് മുഷാറഫിന്റെ ഡൽഹി സന്ദർശനത്തിനോടനുബന്ധിച്ച് നടന്ന കോൺക്ലേവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അന്ന് പർവേസ് മുഷാറഫ് ഇന്ത്യയിൽ ഒരു മുസ്ലിം പണ്ഡിതനോട് ചോദിക്കുന്നു, നിങ്ങൾ സന്തുഷ്ടരാണോ എന്ന്. അദ്ദേഹം മറുപടി നൽകുന്നത്, ഞങ്ങൾ ഇന്ത്യൻ മുസ്ലിങ്ങൾ ഏതൊരു പാകിസ്ഥാനി മുസ്ലിമിനേക്കാളും സന്തുഷ്ടരാണെന്നാണ്. നിങ്ങൾ പോയി നിങ്ങളുടെ വീട് നോക്കൂ എന്നാണ്. क्या आप अपने हालात से खुश हैं भारत में? उन्होंने कहा, भारतीय मुसलमान पाकिस्तान के मुसलमानों से कहीं ज्यादा खुश हैं। आप अपने घर और अपने देश का ध्यान रखिए। You take care of your house. Don't bother about us. അജിത് ഡോവൽ പറയുന്നത് മുസ്ലിങ്ങളെ വോട്ട് ബാങ്കായി മാത്രം കാണരുതെന്നാണ്. രാജ്യത്തിന് അവരുടെ പിന്തുണ ആവശ്യമുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ അവർ മറ്റാരേക്കാളും രാഷ്ട്രവാദികളാണ്. നമ്മുടെ ചരിത്രത്തിൽ വലിയ പങ്ക് വഹിച്ചവരാണ് അവർ. ഭാവിയിലും അങ്ങനെ തന്നെ ഉണ്ടാകും. 1857 വിപ്ലവത്തിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുപോലെ പോരാടിയിരുന്നു. ചാരപ്പണിക്കായി ISI ഇന്ത്യയിൽ റിക്രൂട്ട് ചെയ്യുന്നവരിൽ മുസ്ലിങ്ങളെക്കാളേറെ ഹിന്ദുക്കളാണെന്നാണ് അദ്ദേഹം പറയുന്നത്. The number of persons that ISI has recruited for intelligence task in India, there have been more Hindus than Muslims. 1947 മുതൽ ഇങ്ങോട്ട് ഇത്തരം കേസുകൾ നോക്കുകയാണെങ്കിൽ 4000 കേസുകളിൽ 20% പോലും മുസ്ലിങ്ങളില്ല. All these cases which come, more than 4,000 cases, probably not even 20%. ഇതിൽ ഞെട്ടിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, അജിത് ഡോവൽ ഈ വീഡിയോയെ ഡീപ് ഫേക്ക് എന്നാണ് ഇപ്പോൾ അവകാശപ്പെടുന്നത്. ചെങ്കോട്ട സ്ഫോടനത്തിന് ശേഷം പലരും രാജ്യത്തെ മുസ്ലിങ്ങളുടെ പങ്കിനെ പറ്റി ചോദ്യം ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഈ വീഡിയോ വൈറലായത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ISIക്ക് വേണ്ടി ചാരപ്പണിയെടുത്ത് ഏതെങ്കിലും ഹിന്ദു പിടിക്കപ്പെടുകയാണെങ്കിൽ അയാൾ വെറും ഹിന്ദു. പക്ഷെ മുംബൈ മുതൽ മാൻഹട്ടൻ വരെ എന്തു സംഭവിച്ചാലും അതിലൊരു മുസ്ലിം ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ രാജ്യത്തെ എല്ലാ മുസ്ലിങ്ങളുടെയും രാജ്യസ്നേഹം ചോദ്യം ചെയ്യപ്പെടും. ഇന്നത്തെ കാലത്ത് വെറുപ്പ് പടർത്തുന്ന എല്ലാ പ്രൊപ്പഗാൻഡ സിനിമകളും ഈ ചളിക്കുണ്ടാണ്. എന്നിട്ട് ഈ ചളിക്കുണ്ടിൽ വേണം താമര വിരിയാൻ. ദുരന്തർ സിനിമയിലും വളരെ സൂക്ഷ്മമായി ഇത് പ്രയോഗിച്ചിട്ടുണ്ട്. സിനിമയിൽ ആരും പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് മുദ്രാവാക്യം വിളിക്കുന്നില്ല, മറിച്ച് അല്ലാഹു അക്ബർ എന്നാ പറയുന്നത്. വില്ലൻ റഹ്മാൻ ഡെക്കോയിട്ട് കൊല്ലപ്പെടുമ്പോൾ നമുക്ക് ജയ് ഹിന്ദ് കേൾക്കില്ല, പകരം BGM ആയി അസുദോമ സദ്ഗമയ എന്ന് കേൾക്കാം.
സിനിമയിൽ ഇടവിട്ട് ആദിത്യദർ അവരും ഞങ്ങളും എന്ന വെറുപ്പിന്റെ പ്രൊപ്പഗാൻഡ കുറേയിടത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അവർ കലാപം നടത്തുന്നവർ എന്ന് സിനിമയിൽ ഇന്റലിജൻസ് ഓഫീസർ പറയുന്നു. അവിടെ 2007 ഉത്തർപ്രദേശിന്റെ കാര്യം പറയുന്നു. അന്നത്തെ ഉത്തർപ്രദേശ് സർക്കാരിന്റെ മേലും കരിവാരി തേക്കുന്നു. ആ സമയത്ത് ആദ്യം മുലായം സിംഗ് യാദവും പിന്നീട് മായാവതിയുമാണ് ഭരിച്ചിരുന്നത്. അതിനെ ഇംഗ്ലീഷിൽ ഡോഗ് വിസിലിംഗ് എന്നാണ് വിളിക്കുന്നത്. നായകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വിസിൽ മനുഷ്യർക്ക് കേൾക്കാനാവില്ല. അതേപോലെ ഈ സിനിമയിൽ വെറുപ്പിന്റെ പ്രൊപ്പഗാൻഡ ഡോഗ് വിസിലിംഗ് പോലെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സാധാരണ മനുഷ്യർക്ക് അത് അത്ര പെട്ടെന്ന് മനസ്സിലാവില്ലെങ്കിലും വെറുപ്പ് പടർത്തുന്നവർക്ക് വേഗം മനസ്സിലാവും. ചാപ്റ്റർ 6 ഗോദി ഇക്കോസിസ്റ്റത്തിന്റെ പെരുച്ചാഴികൾ രാജ്യത്തിന്റെ പ്രതിച്ഛായയിൽ റൈത്ത വീഴ്ത്തുന്നു. കൂട്ടരെ, ഇതുവരെ നിങ്ങൾ എങ്ങനെയാണ് ആദിത്യദർ ലോകത്തിന്റെ മുന്നിൽ ഡോക്ടർ മൻമോഹൻ സിംഗിനെ പോലെ ഒരു ദേശഭക്തനെ അവഹേളിച്ചതെന്നാണ് പറഞ്ഞത്. ഇന്റലിജൻസ് ഏജൻസികളെ കുറിച്ച് തോന്നിവാസ്യങ്ങൾ പറഞ്ഞു പറത്തിയതെന്ന്, അവർ ക്രിമിനലുകളെ ജോലിക്ക് നിൽക്കുന്നെന്നും ഇന്റലിജൻസ് ഓഫീസർമാർ വെറുതെ ഇരിക്കുന്നുവെന്നും ഒക്കെ പറഞ്ഞു പരത്തുന്നു. മുസ്ലിങ്ങൾക്കെതിരെ ആരും അറിയാതെ ഡോഗ് വിസ്ലിംഗ് ചെയ്യുന്നു. ഇന്ത്യക്കാരെ ഇന്ത്യയുടെ ശത്രു എന്ന് പറയുന്നു. പക്ഷെ സിനിമയിലെ ഏറ്റവും പ്രശ്നമായി തോന്നിയത് 26/11 ആക്രമണമാണ്. 26/11 ആക്രമണത്തിന് ശേഷം പാകിസ്ഥാനികൾ ഇന്ത്യയെ നോക്കി ചിരിക്കുന്നതായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ പ്രതികരണം ഉദാസീനമായിരുന്നു. അമേരിക്ക ഇന്ത്യക്ക് കാരറ്റ് കാണിച്ചു കൊണ്ടിരുന്നു എന്നൊക്കെയുള്ള ഡയലോഗാണ് അവർ കൊടുത്തത്. എനിക്ക് ആദിത്യദറിനോട് ചോദിക്കാനുള്ളത്, കഴിഞ്ഞ മാസമാണ് മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് 26/11 രക്തസാക്ഷികൾക്ക് ശ്രദ്ധാഞ്ജലി നൽകിയത്. നിങ്ങൾ എപ്പോഴെങ്കിലും ഹേമന്ത് കർക്കറെ, അശോക് കാംതെ, വിജയ് സഡ്കർ, തുക്കാറാം ഓംലെ എന്നിങ്ങനെ പേരുകൾ കേട്ടിട്ടുണ്ടോ? അവരിൽ ആരുടെയെങ്കിലും പേര് കേട്ടിട്ടുണ്ടോ? പേരൊക്കെ കേട്ടിട്ടുണ്ടാവും. പക്ഷെ നിന്നെപ്പോലെ തരം താഴ്ന്ന ഒരുവൻ പ്രൊപ്പഗാൻഡ സിനിമ എടുക്കുന്നതിലും സ്വന്തം രാജ്യത്തെ പരിഹസിക്കുന്നതിലും മുഴുകിപ്പോയപ്പോൾ ഈ പാവം രക്തസാക്ഷികളുടെ പേരോ എന്തെങ്കിലും ഒരു സീനോ നൽകുന്നത് അത്ര പ്രാധാന്യം അറിയിക്കുന്നതായി തോന്നിക്കാണില്ല, അല്ലേ? ഇത് ASI തുക്കാറാം ഓംലെ. അദ്ദേഹത്തിന്റെ പക്കൽ ഒരു ലാത്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കൂട്ടരെ. പക്ഷെ ഭയമൊന്നും കൂടാതെ അദ്ദേഹം മുന്നോട്ട് നടന്നു. നിറയെ ബുള്ളറ്റുകൾ അദ്ദേഹത്തിന് കൊണ്ടു. പക്ഷെ മുന്നോട്ട് ചെന്ന് അജ്മൽ കസബിന്റെ തോക്ക് പിടിച്ചെടുത്തു. എന്തുകൊണ്ടാണെന്നറിയാമോ? അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകൻ സഞ്ജയ് ഗോയക്കൽ പറഞ്ഞിരുന്നു, അയാളെ കൊല്ലരുത്, അത് തെളിവാണ്. അജ്മൽ കസബിനെ ജീവനോടെ പിടിച്ചതുകൊണ്ടാണ് ലോകത്തിന് മുന്നിൽ പാകിസ്ഥാനെ തുറന്നു കാണിക്കാൻ പറ്റിയത്, അന്താരാഷ്ട്ര തലത്തിൽ സമ്മർദ്ദം ചെലുത്താൻ പറ്റിയത്. ഇന്ത്യയുടെ കേസിന് ശക്തി ലഭിച്ചു. എന്നാൽ ആദിത്യദറിന് പാകിസ്ഥാനികളെ കൊണ്ട് സ്വന്തം രാജ്യത്തെ അവഹേളിക്കണം. എങ്ങനെയാണ് ഗോദി ഇക്കോസിസ്റ്റത്തിലെ പെരുച്ചാഴികൾ ഇന്ത്യയുടെ വിദേശ നയത്തെയും അന്താരാഷ്ട്ര തലത്തിലുള്ള ഇന്ത്യയുടെ പ്രതിച്ഛായയും താഴ്ത്തിക്കെട്ടിയതെന്ന് ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. ചാപ്റ്റർ 7 വാടകയ്ക്കെടുത്ത കഴുത. ആദിത്യദർ മാത്രമല്ല ഈ സിനിമയിൽ പ്രവർത്തിച്ച നടന്മാരടക്കമുള്ളവരുണ്ട്. രൺവീർ സിംഗ്, അക്ഷയ് ഖന്ന, സഞ്ജയ് ദത്ത്, അർജുൻ രാംപാൽ, മാധവൻ, ഇവർക്കൊക്കെ ഒരു ഉത്തരവാദിത്വമില്ലേ? പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തെ പകുതി നടന്മാരും സാമൂഹികമായ ഉത്തരവാദിത്തത്തിൽ നിന്ന് നാണിച്ച് മാറി നിൽക്കുന്നവരാണ്. അവർ അവരെ തന്നെ കരുതുന്നത് വാടകയ്ക്കെടുത്ത കഴുതക്കുട്ടിയെ പോലെയാണ്. കൂട്ടരെ, വാടക കഴുതയെ അറിയില്ലേ? അതിന്റെ പുറത്ത് ഇഷ്ടിക വെച്ചാലും തോക്ക് വെച്ചാലും ഷോളിന്റെ ഭാണ്ഡം വെച്ചാലും കഴുതിക്ക് അത് പ്രശ്നമല്ല. അതിൻ്റെ ജോലി ഭാരമെടുക്കലാണ്. പ്രത്യേകിച്ച് ബുദ്ധിയൊന്നും ഉപയോഗിക്കേണ്ട. ബോളിവുഡ് നടന്മാരും ഇപ്പോൾ അതുതന്നെയാണ് പറയുന്നത്. ഞങ്ങൾ അഭിനേതാക്കളാണ്, ഞങ്ങൾ എന്തിനാണ് ബുദ്ധി ഉപയോഗിക്കേണ്ടത്? എന്താണോ ചെയ്യാൻ പറഞ്ഞത് അത് ഞങ്ങൾ ചെയ്യും. അതുകൊണ്ടാണ് അവർ ചിലപ്പോൾ വിവാഹ ആപ്പുകളെ, മറ്റു ചിലപ്പോൾ പാൻ മസാലകളെ ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നത്. മറ്റു ചിലപ്പോൾ ഇത്തരം വെറുപ്പിന്റെ പ്രൊപ്പഗാൻഡ സിനിമകളുടെ പ്രചാരണം നടന്നു. നമ്മുടെ രാജ്യത്ത് സാമൂഹ്യ ഉത്തരവാദിത്തം അറിയുന്ന അപൂർവം അഭിനേതാക്കളേ ഉള്ളൂ. ചാപ്റ്റർ 8 ഫ്രസ്ട്രേറ്റഡ് ജനതയുടെ രക്തം കുടിക്കുക. ദുരന്തർ സിനിമയിൽ മറ്റൊരു വലിയൊരു പ്രശ്നമുണ്ട്. ഗാങ്സ്റ്റർമാരെ ചിത്രീകരിച്ചിരിക്കുന്ന രീതിയാണത്. റഹ്മാൻ ഡങ്കോയിറ്റ് ഒരു ചെകുത്താനെ പോലെയുള്ള ആളായിരുന്നു. മയക്കുമരുന്ന്, തൂക്ക്, പിടിച്ചുപറി, തട്ടിക്കൊണ്ടുപോകൽ, കൊലപാതകം എന്ന് വേണ്ട, അയാൾ സ്വന്തം അമ്മയെ വരെ കൊന്നു കളഞ്ഞിട്ടുണ്ട്. അയാളുടെ കൂട്ടാളികളുടെ ചെയ്തികളും വാക്കുകളിൽ പോലും വ്യക്തമാക്കാൻ പറ്റില്ല. എന്നാൽ സിനിമയിൽ ഇയാളുടെ കഥാപാത്രം ഒരു കമ്പിളിയുടെ സ്വാകൃത ധരിച്ചു വരുന്നു. നെറ്റിയിൽ മുടി വീണ് കിടക്കുന്നു, വലിയ ഡയലോഗ് അടിക്കുന്നു. അയാൾ ചെയ്യുന്ന നൃത്തം ഇൻസ്റ്റാഗ്രാമിൽ വൈറലാകുന്നു. ഒരു തീവ്രവാദിയെ ഇത്രയും ഒരു കൂൾ വ്യക്തിത്വത്തിൽ അവതരിപ്പിക്കുന്നത് ശരിയാണോ? മുൻപും ഇത്തരം സിനിമകളെ ഞാൻ വിമർശിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് വൺസ് അപ്പോൺ എ ടൈം ഇൻ മുംബൈ പോലുള്ള ചിത്രങ്ങൾ. അതിൽ ഗ്യാങ്സ്റ്റേഴ്സിനെ വളരെ കൂളാക്കിയാണ് കാണിക്കുന്നത്. അവർ പാട്ട് പാടുന്നു, ഹീറോ പോലെ ഗ്യാങ്സ്റ്ററെ കാണിക്കുന്നു. ആദിത്യദർ ഇവിടെ റഹ്മാൻ ഡക്കൈറ്റിനെ മാത്രമല്ല അയാളുടെ വയലൻസിനെയും വളരെ കൂളായിട്ടാണ് അവതരിപ്പിക്കുന്നത്. റംബ ഹോ 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 എന്ന ഗാനത്തിന്റെ താളത്തിൽ ഒരു ഗൺ ഫൈറ്റ് ഉണ്ട്. ഒരു സീൻ കാട്ടിലാണെങ്കിൽ മറ്റൊന്ന് മഞ്ഞിൽ. ഡാൻസ് കൊറിയോഗ്രഫി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. എന്നാൽ ഇവിടെ വയലൻസ് കൊറിയോഗ്രഫി നിങ്ങൾക്ക് കാണാനാകും. നിങ്ങൾക്ക് ആ അനിമൽ, ദുരന്തർ പോലുള്ള ഹൈപ്പർ വയലൻസ് ചിത്രങ്ങൾ ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾ സ്വയം ചോദിക്കണം, എന്തുകൊണ്ടാണ് നിങ്ങൾക്കത് ഇഷ്ടമാവുന്നത്? ഒരു മനുഷ്യൻ്റെ തല തണ്ണിമത്തൻ പോലെ പൊട്ടിത്തെറിക്കുന്നത് കണ്ടു എന്ന് പറയുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നുണ്ടോ?
ഏതെങ്കിലും ഒരു വ്യക്തി തിളച്ച പാത്രത്തിലേക്ക് വീഴുമ്പോൾ നിങ്ങൾക്ക് ഹൗ എന്തൊരു രസമാണെന്ന് തോന്നുന്നുണ്ടോ? ചിലരുടെ തല വെടിവെച്ച് തകർക്കുമ്പോൾ മറ്റു ചിലരെ മരത്തിൽ കെട്ടിത്തൂക്കിയിടുമ്പോൾ ഹോ എന്തൊരു ഹരമാണ്. നിങ്ങൾ വെറുതെ ഒന്ന് സ്വയം ചോദിച്ചു നോക്കൂ ഈ ചോദ്യം. അഥവാ നിങ്ങൾ ഇതെല്ലാം എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ഭ്രാന്താണ് ഇതൊക്കെ? സിനിമയിൽ ഇതൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നവർ വ്യക്തി ജീവിതത്തിൽ വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും. അനിമൽ സിനിമയുടെ വിജയത്തോടെ ആദിത്യധറിന് മനസ്സിലായി സമൂഹത്തിൽ നല്ല ഫ്രസ്ട്രേറ്റഡ് ആളുകളുണ്ടെന്ന്. ജനങ്ങളിൽ ഒരു രക്തദാഹമുണ്ടെന്ന് മനസ്സിലാക്കിയ സംവിധായകൻ ദുരന്തർ സിനിമയിലെ പ്രേക്ഷകരുടെ സാഡിസ്റ്റിക് ആയിട്ടുള്ള മാനസികാവസ്ഥയെ സന്തോഷിപ്പിക്കാനുള്ള പല ചേരുവകളും ചേർത്തിട്ടുണ്ട്. ഓരോ നിമിഷവും സ്ക്രീനിൽ പല വിധത്തിലുള്ള രക്തം പൊടിഞ്ഞുകൊണ്ടിരിക്കും. പറയുകയാണെങ്കിൽ ഗാങ്സ് ഓഫ് വസീപൂർ പോലുള്ള ചിത്രമെടുത്ത് അത് പാകിസ്ഥാനിൽ സെറ്റാക്കി അനിമൽ സിനിമ പോലെ വയലൻസ് ചേർത്ത് അതിന്റെ മേലെ തന്റെ പൊളിറ്റിക്കൽ പ്രൊപ്പഗാൻഡ വിതറിയാൽ ദുരന്തറിന്റെ സ്ക്രിപ്റ്റ് തയ്യാറായി. ആദിത്യധർ പോലെയുള്ളവർ കലയ്ക്കും സിനിമയ്ക്കും ഒരു കളങ്കമാണ്. കാരണം കല എന്ന് പറയുന്നത് ജനങ്ങളിൽ സംവേദനക്ഷമത ഉണ്ടാക്കുന്നതാണ്. പക്ഷേ ഇയാൾ തന്റെ സിനിമകളിലൂടെ ജനങ്ങളെ ഡീസെൻസിറ്റൈസ് ചെയ്യുന്നു, സ്വന്തം രാജ്യത്തെ പരിഹസിക്കുന്നു. നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ വല്ല ദേശഭക്തി സിനിമകൾ കാണണമെന്നുണ്ടെങ്കിൽ വളരെ നല്ല സിനിമകളുണ്ട്. പ്രഹർ, ബോർഡർ, റാസി, 1971, സർഫറോഷ്, സാം ബഹാദൂർ, പിപ്പ, നീരജ്, സുദേശ്, ശക്തി ഇന്ത്യ. നിങ്ങളുടെ പ്രിയപ്പെട്ട ദേശഭക്തി സിനിമകൾ കമന്റിൽ നിങ്ങൾ പറയണം. അവസാനമായി ആദിത്യധറിനോട് പറയാനുള്ളത്, ഇനിയും ഇത്തരം വ്യാജ പ്രൊപ്പഗാൻഡ സിനിമകൾ എടുക്കുന്നതിൽ നിന്ന് നിങ്ങൾ വിട്ടുനിന്നില്ലെങ്കിൽ ഒടുവിൽ നിങ്ങളുടെ ഗതി ഹിറ്റ്ലറുടെ പ്രിയപ്പെട്ട സംവിധായിക ലെനി റിഫെൻസ്റ്റാളിൻ്റെത് പോലെയാകും. പിന്നീട് ഞാനൊരു ആർട്ടിസ്റ്റാണ്, ഞാൻ എൻ്റെ ജോലി ചെയ്യുകയായിരുന്നു, രാജ്യത്തിന്റെ സ്ഥിതി എന്തായിരുന്നു അതുപോലെ ഞാൻ സിനിമ എടുത്തു എന്നൊന്നും പറഞ്ഞ് ഇങ്ങോട്ട് വന്നേക്കരുത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ അടുത്തിടെയായി നെഹ്റുവിനെയും മൻമോഹൻ സിംഗിനെയും നന്നായി പരിഹസിക്കുന്നുണ്ട്. ചിലപ്പോൾ സ്വന്തം പ്രസംഗത്തിലൂടെ, ചിലപ്പോൾ തന്റെ പെറ്റുകളായ ഗോദി മീഡിയയിലൂടെ, അല്ലെങ്കിൽ ഇത്തരം പ്രൊപ്പഗാൻഡ സിനിമയിലൂടെ. പക്ഷേ ഇന്ന് നെഹ്റുവും മൻമോഹൻ സിംഗും തങ്ങളെ പ്രതിരോധിക്കാനായി ജീവിച്ചിരിപ്പില്ല. എനിക്ക് താങ്കളോട് പറയാനുള്ളത്, സമയചക്രം ഒരിക്കലും നിലയ്ക്കുന്നില്ല എന്നാണ്. താങ്കൾ ഇവിടെ പ്രൊപ്പഗാൻഡ സിനിമകളുടെ ഒരു നിലവാരം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടല്ലോ. എന്നെങ്കിലും നിങ്ങൾ അധികാരത്തിൽ നിന്നിറങ്ങുമ്പോൾ ആർക്കെങ്കിലും ആ ഭവന്തർ എന്ന സിനിമ ശരിക്കും നിർമ്മിക്കാൻ തോന്നുകയാണെങ്കിലോ താങ്കളുടെ പാവം പ്രതിച്ഛായയ്ക്ക് എന്ത് സംഭവിക്കും? അതേക്കുറിച്ചൊന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. AI मास्टर क्लास को ज्वाइन करने का लिंक नीचे आपको डिस्क्रिप्शन में मिल जाएगा। और अगर ये वीडियो आपको पसंद आया दोस्तों, तो वायलेंस वाले पार्ट पर मैंने और डिटेल में चर्चा करी है एनिमल फिल्म वाले वीडियो में। क्या इम्पैक्ट पड़ता है ऐसी फिल्मों का समाज पर, यहाँ क्लिक करके देख सकते हो। बहुत बहुत धन्यवाद।